ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആസ് യൂഷ്വൽ ഇതും എൻ്റെ ഒരു എ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് തന്നെയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഉണ്ണികളൊക്കെ റൂമിൽ അവരെ സെറ്റാക്കിയ ശേഷം കിടത്തി പുറത്തിറങ്ങിയിട്ട് ഞാൻ ഹാളിലേക്ക് ഇറങ്ങുമ്പോഴത്തെ കാഴ്ചയാണിത്. ഉണ്ണിയാണ്, അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് കണ്ടപ്പോൾ ഭയങ്കര പാവം തോന്നിയിട്ടോ. എൻ്റെ ലൈഫിലൊരു മിസ്സിങ് പീസായിരുന്നു ഉണ്ണി. ഉണ്ണി വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയത്. ഞാൻ സ്നേഹം എന്താണെന്ന് കൂടുതൽ ഡീപ്പായിട്ട് അറിഞ്ഞത് ഉണ്ണിയിലൂടെയാണ്. പക്ഷെ എനിക്കത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനും പറ്റാണ്ടായിപ്പോയി. ഉണ്ണിയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് 3 months വല്ലാത്തൊരു മന്ത്സ് തന്നെയായിരുന്നു. ആ 3 മാസം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണെങ്കിലും അവനായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ, അതായത് ആ ഒരു മദർഹുഡിലോട്ട് കടന്നു വരാൻ എനിക്ക് വീണ്ടും കുറച്ച് ടൈം എടുത്തു. പിന്നീട് ഒന്ന് എൻജോയ് ചെയ്ത് വരുമ്പോഴാണ് വീണ്ടും ഞാൻ സെക്കൻഡായി പ്രഗ്നന്റ് ആവുന്നത്. പിന്നെ അങ്ങോട്ട് ഫുൾ എനിക്ക് അത് ആലോചിച്ചിട്ടുള്ള കുറ്റബോധമായിരുന്നു. പൊരുത്തപ്പെടാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമ്മൾ ആദ്യമായിട്ട് അമ്മയാകുമ്പോൾ കുറേ ഫ്ലോസ് ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ സെക്കൻഡ് പ്രഗ്നൻസി ആയപ്പോൾ അതൊക്കെ ഒരു പാഠങ്ങളായി മാറി. ഫസ്റ്റ് പ്രഗ്നൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഞാൻ ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. രാവിലെ പിന്നെ കുറേ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി പതിവ് പോലെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ണിയുടെ പിന്നാലെ നടന്നു. പിന്നെ ടിഫിനൊക്കെ കഴിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും കുളിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്, ഉച്ച സമയമായിട്ടുണ്ടെന്ന് അർത്ഥം. ഈ 11 മണിക്കും 10:30ക്കൊന്നും എനിക്കണത് വേറെ ഒന്നും കൊണ്ടല്ല. ഒന്നാമത് പിന്നെ എൻ്റെ വീടാണ്, പിന്നെ എൻ്റെ ലൈഫിൽ റെസ്റ്റ് എടുക്കാൻ പറ്റിയ ലാസ്റ്റ് മന്ത്സ് ആണ് ഈ ലാസ്റ്റ് 2 months ആണിത്. ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ എന്തായാലും 5-6 വർഷം കഴിഞ്ഞിട്ട് വരുന്നത് എനിക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ ആസ്വദിച്ച് റെസ്റ്റ് എടുക്കുന്നുണ്ട്. മോർണിംഗ് ഒന്നും ഞാൻ അധികം പെട്ടെന്നൊന്നും ചാടി എനിക്കണമെന്നില്ല. പിന്നെ വേറെ എന്ന് പറയുന്നത് എത്ര ഉറങ്ങിയാലും ഉറക്കം മതിയാവാത്തൊരു സ്റ്റേജാണിത്. നൈറ്റ് ഫുള്ള് നമ്മൾ ശരിക്കും ഉറങ്ങാത്തതുകൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ പരമാവധി പറ്റുന്ന പോലെ തന്നെ ഞാൻ റെസ്റ്റ് എടുക്കണം. അങ്ങനെ ലാസ്റ്റ് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നു. മടിയായിട്ടാണ് ഇടാത്തത്. ഞാൻ ആദ്യം പ്രൊഡക്റ്റീവ് ആവാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കരുതി എനിക്ക് മടിയായിട്ട് വരുന്നത്, ഇങ്ങനെ മടുപ്പൊക്കെ തോന്നുന്നത് പ്രഗ്നൻസി ഹോർമോൺസിന്റെ പ്രശ്നം കൊണ്ടൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനാണ് പ്രശ്നം, ഞാനാണ് ഈ ആക്ച്വൽ മടിച്ച്. ഞാൻ എന്താ പറയാ, മടിക്ക് കൈയും കാലും വെച്ച രൂപം എന്നൊക്കെ പറയില്ലേ, അതാണ് ഞാൻ. ആഫ്റ്റർ ഡെലിവറി നന്നായിട്ടൊന്ന് എനർജറ്റിക് ആവാം, നന്നായിട്ട് ആക്റ്റീവ് ആവാന്നൊക്കെ കരുതിയിരുന്നു ഈ ഒരു ഹോർമോൺസിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാനായിരുന്നു പ്രശ്നം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം ബോധം വന്നു. എന്തുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ മറ്റേ സ്ലോത്തിനെ പോലെ കിടന്നെന്നുള്ളത് എനിക്കിപ്പോൾ ഏകദേശം വെളിവായി വരുന്നുണ്ട്. പിന്നെ ഈ പാക്ക് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് എന്തായാലും ഇപ്പോൾ ഒരു 1 month മോർ ആയിട്ടുണ്ട്. കുറച്ച് ദിവസം ഞാൻ റെഗുലർ ഇട്ടിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്താ മാറ്റം എന്ന് തോന്നുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കായതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റം തോന്നുന്നില്ല. ഓൾറെഡി പിമ്പിൾസിന്റെ പാടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ആക്ച്വലി അത് ഫെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും പറയായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അറിയില്ല എന്ത് മാറ്റാ തോന്നണേന്നുള്ളത്. കഴുത്തിന്റെ ഇതൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു, ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ പ്രഗ്നൻസി ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വന്ന പാടുകളും പിഗ്മെന്റേഷനൊക്കെ ഓട്ടോമാറ്റിക്കലി 1 month ആകുമ്പോൾ പോവും. നമുക്ക് കഴിക്കണ മരുന്നിൻ്റെ ഒക്കെയാണ് അങ്ങനെ പിഗ്മെന്റേഷൻ വരണേന്നുള്ളത്. പക്ഷേ എനിക്ക് ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞാൻ കഴിച്ചിരുന്നത് അയേൺ, കാൽസ്യം, അതുപോലെ തന്നെ ഫോളിക് ആസിഡ് ആണ്. സ്റ്റിൽ ഞാനിത് ഇപ്പോഴും കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാവോ എന്നുള്ളത് എനിക്കറിയില്ല. അതായത് ആ കഴിച്ച 3 മരുന്നിൻ്റെ ആണോ പിഗ്മെന്റേഷൻ വരണത്. ഇപ്പോഴും ഞാൻ സ്റ്റിൽ ആ മരുന്ന് കഴിക്കുന്നുണ്ട്. ഒരുവിധം എല്ലാ പ്രഗ്നന്റ് ആയിരിക്കുന്ന ആൾക്കാർക്കും ആ 3 മരുന്നിനല്ലേ കൊടുക്കാറ്. അപ്പോൾ എനിക്കറിയില്ല ഇനി അത് 3 കഴിക്കണോണ്ടാണോ പിഗ്മെന്റേഷൻ, സ്റ്റിൽ ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് കഴിക്കണോണ്ടാണോ പോവാത്തത്, അങ്ങനത്തെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ ഹെയറിലോട്ട് കിടക്കുകയാണെങ്കിൽ ആകെ ചളമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ടാണ് എൻ്റെ മുടിനെ പറ്റിയിട്ടുള്ള രഹസ്യം ഞാൻ മനസ്സിലാക്കിയത്. അതായത് എണ്ണ തേക്കാണ്ട് കുളിക്കാണ്ടിരുന്ന എൻ്റെ ഹെയർ ടെക്സ്ചർ അടിപൊളിയാണ്. എണ്ണ തേച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എന്താ പറയുക ഒട്ടിക്കെടുക്കും. ഇപ്പോൾ പിന്നെ നമുക്ക് എണ്ണ തേച്ച് കുളിയും കാര്യങ്ങളൊക്കെ നിർബന്ധമാണല്ലോ. എൻ്റെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഹെയർ വൻ ദുരന്തമായിരുന്നു. ആകെ ഒട്ടിപ്പിടിച്ച് കിടക്കുക, അങ്ങനത്തെ ഒരു ഇതൊക്കെയായിരുന്നു. ആ ടൈമിൽ അങ്ങനെ ഹെയർ കെയർ, സ്കിൻ കെയർ അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല. ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ ഹെയർ കെയർ ആയാലും സ്കിൻ കെയർ ആയാലും സ്റ്റാർട്ട് ചെയ്ത്. ഹെയർ കെയർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഷാമ്പും കണ്ടീഷണറും പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ ഇയർലി ട്രിം ചെയ്ത് തുടങ്ങി. പിന്നെ ട്രിമ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോൾ മുടി വെട്ടിയാലും ഞാൻ ആ ഒരു ഇതിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കും. ആ ഒരു മന്ത് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഫസ്റ്റ് അത് മാരേജിൻ്റെ ടൈം ആയപ്പോൾ മുടി വെട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് മാരേജ് കഴിഞ്ഞ് 1 year ആയിട്ട് മുടി പോയി വെട്ടി. അപ്പോഴാണ് ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും എണ്ണ തേച്ച് കുളിയും കാര്യങ്ങളൊക്കെ പ്രഗ്നൻസി ടൈമിൽ ആഫ്റ്റർ ഡെലിവറി തന്നെ. സെക്കൻഡ് ടൈം ഞാൻ ട്രിം ചെയ്യാൻ പോയപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ദയവ് ചെയ്ത് ഇനി എണ്ണ തേച്ച് കുളിക്കരുത്, കാരണം സ്കാൽപ്പ് ആ ഒരു രൂപത്തിലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറഞ്ഞയച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു, അത് ട്രിം ചെയ്ത് വീട്ടിലെത്തിയപ്പോഴേക്കും വീണ്ടും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ഞാൻ അത്യാവശ്യം ശ്രദ്ധിച്ചു. ഓയിൽ ഇടാണ്ടൊക്കെ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് നന്നായി ശ്രദ്ധിച്ചു. പക്ഷേ ആഫ്റ്റർ ഡെലിവറി നമുക്ക് ഓയിലിങ് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. ഇപ്പം അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഓയിലിൽ മുങ്ങി കുളിക്കുന്നുണ്ട്. ഇഷ്ടമില്ലെങ്കിൽ പോലും ഞാൻ എണ്ണ തേച്ച് കുളിക്കുന്നത് വേറെ ഒന്നുമല്ല. അമ്മ അങ്ങനെ പറയും, എണ്ണ ഒഴിച്ച് കുളിച്ചില്ലെങ്കിൽ ഉണ്ണികൾക്ക് പാല് കുറയുന്നുള്ളത്. ശരിക്കും എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു ദിവസം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാല് കുറവായ പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മ പറയണ പോലെ തന്നെ കേൾക്കും. പക്ഷെ ഇവിടെ എണ്ണ തേച്ചുകുളിയല്ല, എണ്ണ ഒഴിച്ചുകുളിയാണ്. അതിനൊരു അളവുണ്ട്. ഒരു അടപ്പ് നിറച്ച് വെളിച്ചെണ്ണ അതിങ്ങനെ തലയിൽ കൂടെ കമത്തണം. എനിക്ക് ഭയങ്കര
ഇറിറ്റേഷനാണ്, ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അങ്ങനെ ഒഴിക്കുമ്പോൾ. പക്ഷേ അങ്ങനെ ചെയ്തിരിക്കണം, ജസ്റ്റ് ഇങ്ങനെ തൊട്ട് പറ്റാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ചീത്തേക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വർക്ക് ഏരിയയിൽ നിന്നിട്ടാട്ടോ എണ്ണ ഒഴിക്കാത്ത തലയിൽ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ മേത്ത് കൂടെ കൊലിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ജാതിയാണ്. അപ്പം ഞാനിങ്ങനെ വർക്ക് ഏരിയയിലൊക്കെ വന്ന് എണ്ണയൊക്കെ നന്നായി തേച്ച് കുറച്ച് നേരം മസാജൊക്കെ തേച്ച് കൊടുത്ത് മുടി കെട്ടിവെക്കും, നന്നായി കെട്ടിവെക്കും. എന്നിട്ട് വേഗം പോയിട്ട് ഷാമ്പു അല്ലെങ്കിൽ ഞാൻ കടലമാവ് യൂസ് ചെയ്തിട്ട് ഇളക്കി കളഞ്ഞിട്ട് കുളിക്കും. അങ്ങനെയാണ് ഇപ്പോൾ കറണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് തലയിൽ എണ്ണ വെച്ച് എനിക്ക് ഇരിക്കാനും തീരെ പറ്റില്ല, ഭയങ്കര അറപ്പാണ്. എൻ്റെ മുൻപത്തെ വീഡിയോസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഞാനൊരു 100 days ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്തിരുന്നു. അധികമൊന്നും പോയില്ല, ഒരു 10-15 ദിവസം മാക്സിമം പോയിട്ടുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ തൊട്ട് ഇനി ഒരു ഹെയർ കെയർ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് എന്താ പറയുക പറ്റാത്തൊരു കാര്യമാണ്. മാക്സിമം പോയ ഒരു 1 വീക്ക് ഞാൻ ആ ചലഞ്ച് പിടിച്ച് നിൽക്കും. പിറ്റേ ഒരു ആഴ്ച തൊട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. എന്നാലും നമുക്ക് ഈ വട്ടം നന്നായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എത്രമാത്രം പോകുന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് ഇങ്ങനെ കയറ്റി വെക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഡബിൾ സൈസ് മാക്സിയാണ്. അതായത് സാധാരണ ചേട്ടനെക്കാട്ടും വലിയ സൈസ് മാക്സിയാണ്. അപ്പോൾ ഇത്തിരി കംഫർട്ടിന് വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ലഞ്ചിന് എന്താണെന്ന് നോക്കാൻ പോയപ്പോൾ അമ്മ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, കായ കൊണ്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കറി സാമ്പാറായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഉച്ചയ്ക്ക് ലഞ്ചിനുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ണികളുടെ അവസ്ഥ എന്താ നോക്കാൻ പോവാണ്. കാരണം അവരെ ഫീഡ് ചെയ്ത് ഞാൻ റൂമിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു കയറാറ്. അപ്പോൾ അതിന് മുൻപ് നോക്കിയപ്പോൾ ഉണ്ണി ഇതേ നല്ല ഉറക്കമാണ്. ഡേ ടൈമിൽ അവൻ ഒരു വട്ടമൊക്കെ ഉറങ്ങും കേട്ടോ, മോർണിംഗ് ടൈമിൽ ഒരു വട്ടം ഉറങ്ങും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉറങ്ങില്ല. ഉച്ചയ്ക്കൊന്നും തീരെ ഉറങ്ങില്ല. ഉച്ചയ്ക്കാണ് നമുക്ക് ഉറക്കം വരാം. അപ്പോൾ അവൻ ഇങ്ങനെ കിടന്ന് ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആൾ ഭയങ്കര നല്ല ഉറക്കമാണ്. കുളി കഴിഞ്ഞിട്ട് സുഖമായി കിടന്ന് ഉറങ്ങാം കേട്ടോ. ഞാൻ പണ്ട് വീട്ടിലായിരുന്ന ടൈമിൽ ഇതായിരുന്നു എൻ്റെ റൂം. ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടന്നിരുന്നത് ഉണ്ണിയായിരുന്നപ്പോൾ ഈ റൂമിലായിരുന്നു. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എപ്പോൾ വന്നാലും ഞങ്ങൾ ആ റൂമിലാണ് നിൽക്കാറ്. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാവരും കൂടി കിടക്കാൻ സൗകര്യത്തിനാണ് നമ്മളിപ്പോൾ വേറെ റൂമിലേക്ക് നിൽക്കുന്നത്. ഞാനിപ്പോൾ ആ റൂമിലേക്ക് പോക്കൊക്കെ, അതായത് എൻ്റെ റൂമിലേക്ക് ചിലരൊക്കെ ഭയങ്കര കുറവാണ്. അങ്ങനെ ഞാൻ പോയി കുളിച്ച് വന്ന് നോക്കുമ്പോൾ ദേ 2 ഉണ്ണികൾ ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ ദേ അമ്മയും വല്യമ്മയും 2 പേരെ മാറി എടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിതേ അവന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവിടെ കിടന്ന് ഓടലൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങും. അപ്പോൾ കൊച്ചുമായിട്ട് എൻ്റെ അടുത്ത് കിടക്കുന്നത്. ആമി നല്ല ഉറക്കമാണ്. അപ്പം ഞാനും അവരെ കൂടെ കിടന്നു ഉറങ്ങിയൊന്നുമില്ല. ഞാൻ ഓൾറെഡി ഞാനൊരു എന്താ പറയുക ഒരു ടൈപ്പ് ഒരു സ്റ്റേജിലാണ്, ഒരു മെൻ്റൽ സ്റ്റേജിലാണ്. അപ്പോൾ എനിക്കങ്ങനെ ഉറക്കമൊന്നും വരുന്നില്ല. എന്നാലും ഉണ്ണികളെ കൂടെ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മൂകതയിൽ കിടക്കാന്നൊക്കെ പറയില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ ദേ ആമിയും കൊച്ചും നല്ല ഉറക്കമാണ്. അങ്ങനെ അവരെ കിടത്തി കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ട്രെസ് ഈറ്റിംഗ് ആണ്. ഞാൻ ഓൾറെഡി ഈ ഒരു ഡേ എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു വിഷമം വന്നുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ എന്തൊക്കെയോ കഴിക്കാൻ തോന്നിയിരുന്നു. ഇത് കഴിക്കണം, അത് കഴിക്കണം, അങ്ങനെയൊക്കെ തോന്നിക്കൊണ്ടിരുന്നിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഊണ് കഴിഞ്ഞപ്പോഴും എനിക്ക് തൃപ്തി തോന്നല്ലേ ഊണ് കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ കരുതി പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെയാണ് അമ്മ നമ്മുടെ 3ാമത്തെ ലേഹ്യമായ ഉള്ളിലേഹ്യം ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ എല്ലാ പ്രസവ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ അമ്മയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഇപ്പോൾ 3ാമത്തെ ലേഹ്യമാണ് കഴിക്കാൻ പോകുന്നതും ഉണ്ടാക്കണതൊക്കെ. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് പോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഡെയിലി വ്ളോഗിൻ്റെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എൻ്റെ മുൻപത്തെ അപ്ലോഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പ്രോപ്പറായിട്ട് കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് കുറേ നാളായിരിക്കണം. അതുകൊണ്ട് ഫുള്ളൊരു തപ്പിപ്പിടുത്താണ്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കണ വിധം ആർക്കും അങ്ങനെ പറഞ്ഞിരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും നോർമലായിട്ട് ഉണ്ടാക്കണ പോലെ തന്നെയാണ്. ഉപ്പ്, പഞ്ചസാര, മഞ്ഞപ്പൊടി, മൈദ, വെള്ളം, പിന്നെ പഴം, അതൊക്കെ കൂടി മിക്സ് ചെയ്യുക. നമ്മളിതേപോലെ തന്നെ വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കുക. ഈ ഒരു ടൈമിൽ ഞാൻ കിച്ചൺ കയറിയപ്പോൾ അമ്മ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോയി എടുക്കുകയാണ്. പക്ഷേ ഉണ്ണി എൻ്റെ പിന്നാലെ ഉണ്ട് കേട്ടോ. അമ്മ എപ്പോഴും പറയും നീ എന്താ കാണിക്കണേ, ഇപ്പോൾ എല്ലാവരും പ്രസവിച്ച് കെടുക്കാനാണ് പറയണേ, ആരും കാണണ്ട ഇങ്ങനെ നാടകങ്ങളിൽ നടക്കണേന്നൊക്കെ അമ്മ എപ്പോഴും പറയും. പക്ഷേ എൻ്റെ ഒന്നും മൈൻഡൊന്നും ഡൈവേർട്ട് ചെയ്യാനായിട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യണേ. കാരണം ജോലി പോവോ എന്നുള്ള ടെൻഷൻ, അതൊരു മാതിരി ഒരു അവസ്ഥയാണ് എനിക്ക് ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ ആക്റ്റീവായിട്ട് ഓരോന്ന് ചെയ്യണമെങ്കിൽ കൂടി എൻ്റെ മൈൻഡ് ആകെ പോയിക്കെടുക്കുകയാണ്. ഞാൻ നല്ല സ്ട്രെസ്സിലും ടെൻഷനിലൊക്കെയാണ്. എന്നാലും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ നന്നായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. പക്ഷെ റൂമിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഓരോന്ന് ആലോചിച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് ഉണ്ണിയായിട്ട് കിട്ടുന്ന ഓരോ ടൈമും ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. എനിക്ക് കൂടുതൽ അവനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യം. പക്ഷേ ഇങ്ങനെ ഈ ഒരു ടൈം ആയതുകൊണ്ട് അവൻ എടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതും ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഉള്ളിലേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ മൈൻഡ് ഒട്ടും ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുത്തിരുന്നില്ല. ഞാൻ പഴംപൊരിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ ബാക്കിലോട്ട് നോക്കുന്നുണ്ട്. ഉണ്ണി അടുക്കളയിൽ വന്നിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് എനിക്ക് ഇരട്ടി പണിയാക്കി തരും. അപ്പോൾ അവനും ശ്രദ്ധിക്കണം, ഇതും ശ്രദ്ധിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എനിക്ക് ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഫോൺ ആണ്ട് സ്വിച്ച് ഓഫ് ആണ്ടായിപ്പോയി. ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ചാർജ് ഇറങ്ങിയ കാര്യം, അതുകൊണ്ട് ബാക്കി എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അത് ചാർജിലിട്ടിട്ട് നേരെ ഞാൻ എന്തോ വർത്താനം പറഞ്ഞ് അങ്ങനെ ആ വഴി പോയി തിരിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും പഴംപൊരി കരിഞ്ഞ് ഈ ഒരു ഇതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എൻ്റെ മൈൻഡ് ഒട്ടും ശരിയില്ല, എനിക്ക് ഒന്നിലും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അമ്മ കളിയാക്കുന്നുണ്ട്, നിന്നോട് ആദ്യമേ വേണ്ട പറഞ്ഞതല്ലേ എന്നുള്ള മട്ടിൽ. ആ സെയിം ടൈം തന്നെ അമ്മ ഉള്ളിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഇതിനെ പറ്റിയിട്ട്, അതായത് ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടും പിന്നെയും അമ്മ അതന്നെ പറഞ്ഞ് എന്നെ ട്രോളിക്കൊണ്ടിരുന്നു. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണുള്ള അവസ്ഥ എന്നുള്ള രീതിയിൽ. പിന്നെ കൊച്ചുവിന് മൂക്ക് കുഴിഞ്ഞു കൊടുക്കാട്ടോ. ആക്ച്വലി മൂക്കൊന്നും ഒഴിയേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികൾ വലുതാവണ അനുസരിച്ചിട്ട് അതൊക്കെ ശരിയായിട്ട് വരും. അതൊക്കെ ജനറ്റിക് ആണ്, അല്ലാണ്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടൊന്നും
യാതൊരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ അതേ ഉള്ളിലേഹ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലേഹ്യം കഴിക്കണത്. നമ്മൾ ഡെലിവറി ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് ബ്ലഡ് പോകുമല്ലോ, അപ്പോൾ അത് തിരിച്ചു പിടിക്കാനാണ് നമ്മൾ ഈ ലേഹ്യം കഴിക്കുന്നത്. ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ചെറിയുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നാളികേരപ്പാൽ, ചുക്ക്, ശർക്കര, ഇതുകൊണ്ടാണ് നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ 3 കിലോ ഉള്ളി വാങ്ങിയിട്ടാണ് ഇങ്ങനെ വരട്ടി രൂപത്തിലാക്കി വെച്ചത്. എനിക്ക് കഴിക്കാൻ പേഴ്സണലി നല്ല ഇഷ്ടമുള്ള ലേഹ്യം കേട്ടോ അത്. പിന്നെ കുറേ കഴിഞ്ഞ് ഉണ്ണികളുടെ അടുത്തേക്ക് വന്നിരുന്നു, അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഉണർന്നിരിക്കുന്ന സാഹചര്യം വളരെ കുറവാട്ടോ. ഒന്നല്ലെങ്കിൽ കൊച്ചു ഉറങ്ങും, അല്ലെങ്കിൽ ആമി ഉറങ്ങും, അല്ലെങ്കിൽ രണ്ടുപേരും ഉറങ്ങും. അങ്ങനെയാണ് രണ്ടുപേരും ഉണർന്നിരിക്കുക എന്ന് പറയുന്നത് വല്ലപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അവർക്ക് ബോട്ടിൽ ഫീഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കമൻറ്റ് വന്നിരുന്നു, ബർപ്പ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിരോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്, അല്ലെങ്കിൽ തോളിലിട്ട് തട്ടും. പൊതുവേ അമ്മയാണ് കൂടുതൽ ചെയ്യാറ്. എനിക്കത് ചെയ്തിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ബർപ്പ് ചെയ്യുമ്പോൾ ഗ്യാസ് പോലെ അപൂർവമാണ്. ഇപ്പോൾ ഫീഡ് ചെയ്യുമ്പോൾ അത്രയും വയർ നിറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്യാസ് പോവും, അതും അത്യപൂർവമാണ്. പ്രത്യേകിച്ച് ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ പോവാറൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അങ്ങനെ ബർപ്പ് ചെയ്യിക്കും. ഡോക്ടറിൻ്റെ അഡ്വൈസോട് കൂടിയിട്ടാട്ടോ നമ്മളിപ്പോൾ സപ്ലിമെൻ്ററി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 2 പേർക്കും ലാക്ടോജൻ 1 ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. 1 മന്ത് ഞാൻ എക്സ്ക്ലൂസീവായിട്ട് 2 പേർക്കും ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് നിപ്പിൾ ക്രാക്കും കാര്യങ്ങളൊക്കെ വന്ന് അതിൻ്റെ പെയിനും കൂടി സഹിക്കാൻ പറ്റണ്ടായപ്പോഴാണ് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്ത് ബോട്ടിലോട്ട് സ്വിച്ച് ചെയ്തത്. അങ്ങനെ 2 ഉണ്ണികളെയും നന്നായിട്ട് ഫീഡ് ചെയ്ത് കെടുത്തിയ ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വീണ്ടും ഇറങ്ങി. ഈവനിങ് ആയിരുന്നു കേട്ടോ. രാവിലെ ടിഫിൻ പുട്ടായിരുന്നു, അതും പിന്നെ തലേന്നത്തെ ബീഫും ഉണ്ടായിരുന്നു, ബീഫ് റോസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ മുൻപൊക്കെ ഓരോ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, അതായത് സ്ട്രെസ് വന്നാൽ ഫുഡ് കഴിക്കും, ടെൻഷൻ വന്നാൽ ഫുഡ് കഴിക്കും. പക്ഷെ എനിക്ക് ഇന്നേ വരെ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കത് ഒട്ടും റിലേറ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്കത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഫുൾ എനിക്ക് എന്തെങ്കിലും കഴിക്കണം അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കഴിക്കുമ്പോഴൊക്കെ ഞാൻ ഓക്കെ അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഫുഡ് കഴിക്കുമ്പോൾ മാത്രം ഞാൻ നന്നായിട്ട് ഓൺ ആവുന്നുണ്ട്, എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കി ഒരു കാര്യങ്ങളും എനിക്ക് താല്പര്യമില്ല. ഭയങ്കര മൂടിയായിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ആ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് എനിക്ക് എന്തെങ്കിലും വരുമ്പോഴാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിക്കണത് തന്നെ. എൻ്റെ മുഖം കണ്ടുകൂടെ നല്ല ഇങ്ങനെ വീർത്തിരിക്കുന്നത് വേറെ ഒന്നല്ല, ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫുഡ് കഴിക്കാതിരിക്കുന്നത്. ആകെ എന്താ പറയുക, ഈ ഒരു ജോലിയുടെ കാര്യം ആലോചിച്ചിട്ട് ഞാനൊരു 99% ഓക്കെ അല്ല. എനിക്ക് അത് കയ്യിൽ നിന്ന് പോവോ എന്നുള്ളൊരു ടെൻഷനാണ്. വീണ്ടും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരുമോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ്. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് പിസ്ത ഇരിക്കണ്ടായിരുന്നു, അത് കഴിച്ചു. എ ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞിട്ട് വാട്ടേറ്റിനിടെ ആവുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുറത്തൊന്ന് ഇറങ്ങി എന്ന് പറയുമ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് വന്ന് നിന്നു. അവിടെ ഫുള്ളൊന്ന് വാച്ച് ചെയ്യാൻ വന്നിക്കാണ്. അത്യാവശ്യം ഒരു സന്ധ്യ ടൈമൊക്കെ ആയിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ തന്നെ ഒരുപാട് പ്രഷർ ചെയ്യുന്നുണ്ട്, ചിരിക്കാനും വ്ളോഗ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ. കാരണം ഈ ഒരു ഫേസിൽ ഞാൻ ഇത് കൈവിട്ട് പോയാൽ പിന്നെ അത് വിട്ടുപോയതാണ്. അങ്ങനത്തെ ഒരു മെൻ്റൽ സ്റ്റേജാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉണ്ണികൾ ലോക്ക് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഉണ്ണി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേരും എയറിലായിരിക്കും. അതുകൊണ്ട് തന്നെ വാതിൽ ഞാൻ നന്നായി മുറുക്കിയാണ്ട് അടച്ചു. പിന്നെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. ആ മുറുക്കി അടച്ചതിൻ്റെ സൗണ്ടിൽ ഉണ്ണികൾ 2 പേരും എണീറ്റു. അതുകൊണ്ട് ഞാൻ റൂമിൽ തന്നെ ആയിരുന്നു. പിന്നെ കുറേ നേരം ഉണ്ണികളെ നോക്കി റൂമിൽ തന്നെ ഇരുന്നു. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് 42 ദിവസമായിട്ടോ. എന്ത് പെട്ടെന്ന് ഒരു മാസം കഴിഞ്ഞേ എന്നുള്ളതും അടുത്ത മാസം ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്ന ആലോചിക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയ പോലെ തോന്നാം. പിന്നെ നൈറ്റായി കഴിഞ്ഞപ്പോൾ ഫുഡിന് അൽഫാം വാങ്ങിയിരുന്നു. അതോടെ ഞാൻ ഒരുപാട് പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഫുഡായിരുന്നു അൽഫാം. ഇപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും അൽഫാം കഴിക്കാനുള്ള ക്രേവിങ്സ് ആണ് തോന്നുന്നത്. പിന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ടും അൽഫാം കിട്ടിയതുകൊണ്ട് തന്നെ ഞാനൊരു എന്താ പറയുക ഒരു 85% അതോടെ ഞാൻ ഹാപ്പി ആയിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ഇതും ഫുഡും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും റിവ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതും എല്ലാവർക്കും ബൈ.